തിരഞ്ഞെടുപ്പ് അടുത്തു, അടികൂടി നേടാൻ കോൺഗ്രസ് നേതാക്കൾ. പരസ്പരം വെട്ടിത്തീരുമോ സുധാകരനും സതീശനും? ഷാനോസ്, കോൺഗ്രസിൽ എന്താണ് പുതിയ പ്രശ്നം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അതായത് നമ്മൾ നേരത്തെ പല ചർച്ചകളിലും ഉന്നയിച്ചിട്ടുള്ളതാണ്. നിലവിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ, സംസ്ഥാന കോൺഗ്രസിൻ്റെ അവസ്ഥ, അടുത്ത എന്തായാലും തിരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നുള്ള അമിതമായ ആത്മവിശ്വാസമാണ് കോൺഗ്രസിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കച്ചകൂട്ടുന്ന രണ്ട് പക്ഷം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലവിലത്തെ സാഹചര്യം. പണ്ട് ആൻ്റണി കരുണാകരൻ കാലത്തോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി കാലത്തോ ഉള്ള തർക്കത്തേക്കാൾ ഉപരി വ്യക്തിപരമായ വലിയ രീതിയിലുള്ള വിഷയങ്ങളിലേക്ക് പോകുന്ന തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വി ഡി സതീശനെ കൂട്ടം കൂടി ആക്രമിക്കുന്ന നേതാക്കളെ കണ്ടു. താങ്കൾ ആരാണ് ഇതൊക്കെ പറയാൻ എന്ന് AP അനിൽകുമാർ ചോദിക്കുന്നത് ഒരു സാഹചര്യം തന്നെ ഉണ്ടായി. അതിനുശേഷം ഉണ്ടായിരുന്ന സംയുക്ത വാർത്താ സമ്മേളനം മാറ്റിവെച്ചു. അതായത് കെ സുധാകരനും വി ഡി സതീശനും തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പും പോലെയാണ് എന്നുള്ളതാണ് കോൺഗ്രസിൽ തന്നെയുള്ള അടക്കം പറച്ചിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു തർക്കം അവിടെ നടക്കുമ്പോൾ മറുഭാഗത്ത് രമേശ് ചെന്നിത്തലയുടെ പുതിയ ഉദയം, രണ്ടാം വരവ് അവിടെ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില അനുരണങ്ങൾ കൂടി ഈ അടിയുടെ ഭാഗമായിട്ട് വരുന്നു. ഒപ്പം PV അൻവർ വിഷയം ഇവർ തമ്മിലുള്ള തർക്കത്തിലെ ഒരു പ്രധാന കാരണമാണ്. അതായത് സതീശനും സുധാകരനും തമ്മിലുള്ള തർക്കത്തിലെ പ്രധാന കാരണമാണ്. അതിനിടയ്ക്ക് വലിയ തിരിച്ചടി എന്നുള്ള നിലയിൽ മാരാമൺ കൺവെൻഷൻ്റെ യുവവേദിയിൽ നിന്ന് വി ഡി സതീശനെ വെട്ടി. ഒഴിവാക്കി, വെട്ടി എന്ന് ഞാൻ പറയും. വെട്ടാൻ വേറൊരു കാരണമുണ്ട്, ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അതായത് വെട്ടി എന്ന് പറയും. അപ്പോൾ ആ രീതിയിൽ, അപ്പോൾ ഇതിൻ്റെ എല്ലാം ദേഷ്യത്തിലാണ് സതീശൻ. അതായത് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വി ഡി സതീശൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം വന്നു. ആ വിമർശനം എന്ന് പറയുന്നത് താൻ ആര് എന്ന് സതീശൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന രീതിയിൽ ഒരു മുതിർന്ന നേതാവായിട്ടുള്ള AP അനിൽകുമാർ പെരുമാറി എന്നുള്ളത് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അതിനിടയിലാണ് ഈ മാരാമൺ കൺവെൻഷനിലെ ഈ പ്രശ്നം വരുന്നത്. അതിനൊപ്പം ഇന്ന് വി ഡി സതീശൻ നിയമസഭയിൽ പെരുമാറിയതൊന്ന് ശ്രദ്ധിക്കൂ. അതായത് പേപ്പർ വലിച്ചെറിഞ്ഞ് വളരെ പ്രകോപനം, ചെറിയ രീതിയിലുള്ള വിമർശനങ്ങൾ എപ്പോഴും നിയമസഭയിൽ വരും. നിയമസഭയിൽ സ്വാഭാവികമാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഭരണപക്ഷത്ത് നിന്ന് കൂകൽ വരും, അല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങൾ വരും. മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ തന്നെ പലതും വരും. മുഖ്യമന്ത്രി ചിലപ്പോൾ ക്ഷുഭിതനാവും. പക്ഷേ ഈ ക്ഷുഭിതൻ ആവുന്നതിനൊരു പരിധിയുണ്ടല്ലോ. അതിനപ്പുറം വി ഡി സതീശൻ പെരുമാറുന്നത് ഇന്ന് സഭയിൽ കണ്ടു. എന്നിട്ട് സ്പീക്കറിൻ്റെ നേർക്ക് കൈ ചൂണ്ടുന്ന വി ഡി സതീശനെ കണ്ടു, നിലവിട്ട വി ഡി സതീശനെ കണ്ടു. അപ്പോൾ ഇത് നിയമസഭയിലെ കൂകലിൻ്റെ പ്രതിഫലനമായിട്ട് ആരും വിലയിരുത്തുന്നില്ല. വി ഡി സതീശൻ ഇന്ന് രാവിലെ വന്ന വാർത്തയാണ്, മാരാമൺ കൺവെൻഷനിൽ വി ഡി സതീശൻ ഇല്ല, അല്ലെങ്കിൽ യുവവേദി എന്ന് പറയുന്ന മാരാമൺ കൺവെൻഷൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചാവേദിയിൽ നിന്ന് വി ഡി സതീശനെ ഒഴിവാക്കി. ശശി തരൂരും പോലുള്ള മുതിർന്ന നേതാക്കൾ, VK കൃഷ്ണമേനോനാണെന്ന് തോന്നുന്നു, അങ്ങനെയുള്ള മുതിർന്ന നേതാക്കൾ മാത്രം പങ്കെടുത്തിട്ടുള്ള പരിപാടിയാണ്, രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിൽ പങ്കെടുത്തിട്ടുള്ള പരിപാടിയാണ് ഈ മാരാമൺ കൺവെൻഷൻ്റെ ഭാഗമായിട്ടുള്ള ഈ യുവവേദി. അവിടെ സതീശന് സ്ഥാനം കിട്ടുക എന്ന് പറയുമ്പോൾ സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് മാർത്തോമ സഭ കരുതുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവരാം. പക്ഷേ മാർത്തോമ സഭ ഇന്ന് വാർത്താക്കുറിപ്പിലൂടെ, അല്ലെങ്കിൽ അവർ പുറത്തേക്ക് വിടാൻ ഉദ്ദേശിച്ച വാർത്ത എന്താണ്? ഞങ്ങൾ വി ഡി സതീശനെ ക്ഷണിച്ചിട്ടില്ല, ആ രീതിയിൽ ക്ഷണിച്ചിട്ടില്ല, ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായതാണ്, അതിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കുകയാണ് വി ഡി സതീശന് ക്ഷണമില്ല എന്ന് അവർ അസന്നിഗ്ധമായി പറയുന്നു. അതിന് പിന്നിൽ ചില രാഷ്ട്രീയ കളികളുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ്സിലെ നിലവിലെ പ്രശ്നം. അതായത് വി ഡി സതീശൻ സുധാകരനെ മാറ്റാൻ ഒരു ഭാഗത്ത് നീക്കം നടത്തുന്നു. അതായത് ദീപാദാസ് മുൻഷി വഴി സുധാകരനെ മാറ്റാനുള്ള നീക്കം വി ഡി സതീശൻ ഡൽഹി കേന്ദ്രീകരിച്ച് മറ്റൊരു രീതിയിൽ നടപ്പാക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ദീപാദാസ് മുൻഷി എന്താണ് ചെയ്തത്? ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളെ, മുതിർന്ന നേതാക്കളെ, രമേശ് ചെന്നിത്തല, ബെന്നി ബെഹന്നാൻ പോലുള്ള, ശൂരനാട് രാജശേഖരൻ പോലുള്ള മുതിർന്ന നേതാക്കളെ വെവ്വേറെ കാണുന്നു. വെവ്വേറെ കണ്ടിട്ട് സുധാകരനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നു. അപ്പോൾ ചെന്നിത്തലയും ശൂരനാട് രാജശേഖരനും ബെന്നി ബെഹന്നാനും പറഞ്ഞത് സുധാകരന് വിശ്വാസത്തിലെടുത്തു വേണം എന്ത് നിലപാടും സ്വീകരിക്കാനെന്ന് പറഞ്ഞു. അതേസമയം വി ഡി സതീശനെ കണ്ടപ്പോൾ പറഞ്ഞത്, വി ഡി സതീശൻ്റെ ദീപാദാസ് മുൻഷിൻ്റെ അടുത്ത് പറഞ്ഞത് സുധാകരനെ മാറ്റാതെ നിവർത്തിയില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാട് വി ഡി സതീശൻ്റെ എടുത്തു. വി ഡി സതീശൻ്റെ ഒരു ടീമും എടുത്തു. അപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് വി ഡി സതീശൻ KC വേണുഗോപാലിനെയും മുകളിൽ വെച്ച് വേറൊരു കളി കളിക്കുന്നുണ്ട്. അതായത്
കെ സിക്ക് മുകളിൽ എന്തോ ഒരു കളി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് AICC നിരീക്ഷകയായിട്ടുള്ള ദീപാദാസ് മുൻഷി ഇവിടെ വന്ന് ഒരു സംസ്ഥാന നേതൃമാറ്റത്തിൻ്റെ ഒരു സൂചനകൾ നൽകിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു അതൃപ്തി ഇന്ന് കെ സുധാകരൻ വ്യക്തമായി മുന്നോട്ട് വെച്ചു. കെ സുധാകരൻ ഇന്ന് പറഞ്ഞത് അവർക്കതിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ഒറ്റയടിക്ക് പെട്ടെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കെ സുധാകരൻ്റെ നിലവിട്ടുപോയി. അദ്ദേഹം പറഞ്ഞത് ദീപാദാസ് മുൻഷിക്ക് നേതാക്കളെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു, വിട്ടുപോയി എന്ന് തിരിച്ചറിഞ്ഞ ശേഷം അദ്ദേഹം പ്രതികരിച്ചത് എനിക്ക് അവരെ വലിയ വിശ്വാസമാണ്, വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പ്രതികരിച്ചെങ്കിലും ആദ്യ പ്രതികരണമാണ് സുധാകരൻ്റേത് എന്നുള്ള വിലയിരുത്തലിലേക്ക്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നം കോൺഗ്രസിൻ്റെ അകത്ത്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്താണ്? അടുത്ത ഭരണം കോൺഗ്രസ്സിന് കിട്ടും എന്നുള്ള അമിതമായ ആത്മവിശ്വാസമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നന്നായിട്ട് പണിയെടുത്താൽ ഭരണം കിട്ടും, അത് ഉറപ്പാണ്. പക്ഷേ ഈ ഭരണം കിട്ടും എന്നുള്ള നിലയിൽ നന്നായിട്ട് ഇവിടെ അടിയുണ്ടാക്കിയാൽ ഭരണം പോകും. അതാണ് സാഹചര്യം. പക്ഷേ അതെനിക്ക് തോന്നുന്നത്, നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ചിത്രം പരിശോധിച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി BJP സംബന്ധിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് കലഹമുള്ള പാർട്ടി BJP ആണ്. അതെ, അതിനുശേഷം ആണ് കോൺഗ്രസ് വരുന്നുള്ളൂ. പക്ഷേ ഇത് പ്രശ്നങ്ങളൊക്കെ തന്നെ CPM ഉണ്ടാകും. പക്ഷേ CPM കുറച്ചുകൂടെ അവരുടെ ജനാധിപത്യപരമായ മാർഗ്ഗങ്ങളിൽ കൂടെ അതിനെ പരിഹരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ പ്രധാനമായിട്ട് നിൽക്കുന്ന മൂന്ന് രാഷ്ട്രീയ പാർട്ടികളെ പരിഗണിച്ചാലും കേരളത്തിലെ ചെറിയ രാഷ്ട്രീയ പാർട്ടികളെ പരിഗണിച്ചാലും രാഷ്ട്രീയ പാർട്ടികളുടെ താഴെത്തട്ടുള്ള പ്രവർത്തനം വളരെ ദുർബലമാക്കപ്പെട്ടൊരു സാഹചര്യത്തിലാണ്. അത് മൊത്തത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ്. കാരണം പുതിയ തലമുറ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാതിരിക്കുന്നത്. അതുകൊണ്ട് താഴെത്തട്ടിലുള്ള യൂണിറ്റുകൾ ഏതാണ് യൂണിറ്റ്, CPM ബ്രാഞ്ച് ആണെങ്കിൽ, ഇവരുടെ മേഖലകൾ ആണെങ്കിൽ, കോൺഗ്രസിൻ്റെ എല്ലാ തരത്തിലുള്ള താഴെത്തുള്ള സംവിധാനങ്ങൾ ദുർബലമാക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഈ രാഷ്ട്രീയ വ്യവഹാരങ്ങൾ മുഴുവൻ നടക്കുന്നത്. അപ്പോൾ ഈ സമീപകാലത്താണ് കോൺഗ്രസ് രണ്ട് തവണ പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ് മൂന്നാമതൊരു തവണ കൂടി ഇരിക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ്. അവരെ സംബന്ധിച്ച് പിന്നെ കോൺഗ്രസ് ഇല്ല, പിന്നെ ചിത്രത്തിലേക്ക് വരുന്ന BJP ആയിരിക്കും, പിന്നെ കുറേ കാലം BJP CPM ആയിരിക്കും ഇവിടെ നിലനിൽക്കുക എന്നുള്ള ഒരു ധാരണ അവർക്കുള്ളിലുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് രമേശ് ചെന്നിത്തല ഒരു മാസത്തിനകം രമേശ് ചെന്നിത്തല പെട്ടെന്ന് വല്ലാണ്ട് ഒതുക്കപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും പോയി, വാർത്തകളിലേ ഇല്ലാത്ത ഒരു നേതാവ് പെട്ടെന്ന് വാർത്തകൾ ഇടം പിടിക്കുന്നു. ആ വാർത്തകൾ ഇടം പിടിച്ച് അത് കറങ്ങി അടുത്ത തവണ UDF അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും എന്നുള്ളൊരു പ്രചാരണം പൊതുവെ ഉണ്ടായി. സോഷ്യൽ മീഡിയ കാലത്ത് അത്തരം പ്രചാരണങ്ങൾക്ക് സാധ്യതയും കൂടുതലാണ്. പ്രചാരണം ഏത് രൂപത്തിലുള്ള അതിനൊരു കാരണക്കാരൻ ശരിക്കും പറഞ്ഞാൽ VD സതീശനാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ രാവിലത്തെ പ്രകടനം തന്നെ സിവിലൈസ്ഡ് സൊസൈറ്റിയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെയാണ് പെട്ടെന്ന് തെമ്മാടിത്തരം വാക്ക് വരുന്നത്. എങ്ങനെയാണ് നമ്മൾ മുൻപോട്ട് വെക്കുന്ന വാചകങ്ങൾക്ക് ഒരു അന്തസത്തയുണ്ടല്ലോ, അത് ഉൾക്കൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തീർന്നു എന്നുള്ളതാണ്. നമ്മളൊരു നിലപാട് സ്വീകരിച്ചാൽ ആ നിലപാടൊപ്പം നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല, പിന്നെ നമ്മൾ തീർന്നു, ആ പറഞ്ഞ ആൾ അപ്രസക്തനാവുകയാണ്. നിയമസഭ പോലെ വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലത്ത് ഒരു വാക്ക് പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. രേഖകൾ ഇടം പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ശുഭിതനായി നിൽക്കുകയെന്ന് വെച്ചാൽ നമ്മൾ സതീശൻ്റെ ഒരു കുറേ കാലത്തെ രീതികൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും, ശുഭിതനാവുക ചെയ്യും. പക്ഷേ നിയമസഭയ്ക്കകത്ത് നിലവിട്ട് പെരുമാറുക എന്ന് പറയുന്നത്, ഈ പറയുന്ന പരിഷ്കൃത സമൂഹത്തെക്കുറിച്ച് പറയുകയും അപരിഷ്കൃതമായി പെരുമാറുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ പരിഹാസപാത്രമായിട്ടുള്ള ആൾ. സോഷ്യൽ മീഡിയ നോക്കിയാലും ടെലിവിഷൻ നോക്കിയാലും അല്ല കമൻറ്റ് ബോക്സുകൾ നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇന്ന് വല്ലാതെ ആളുകൾ ട്രോൾ ചെയ്യുന്നൊരു നേതാവായിട്ട് VD സതീശൻ മാറിയിട്ടുണ്ട്. കാരണം VD സതീശൻ്റെ പെരുമാറ്റം അങ്ങനെയായിരുന്നു. ആർക്കും പെട്ടെന്നൊന്ന് സ്റ്റക്കായിട്ട് നോക്കിയിട്ട് എന്താണ് ഈ കാണിക്കുന്നത്. സാധാരണ നിലയിൽ ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത്, സാധാരണ നിലയിൽ നിയമസഭയിൽ ഇതുപോലുള്ള കൂകലുകൾ, ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് സംസാരിച്ച് സ്വന്തം പോയിന്റ് പറയുന്ന ഒരുപാട് നേതാക്കൾ ഉള്ള സ്ഥലമാണ് നിയമസഭ. ഞാൻ പറഞ്ഞപ്പോൾ LDF വലിയ തരത്തിൽ ടേബിളും കസേരയും വലിച്ചെറിഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്ന സമയത്ത് പോലും അവിടെ മധുരം വിതരണം ചെയ്തു, ബജറ്റ് അവതരിപ്പിച്ചു. അങ്ങനത്തെ ഒരു സ്ഥലമാണ് നിയമസഭയ്ക്കകത്ത്. പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും സ്വരങ്ങളും ഒക്കെ വരും, പക്ഷെ ഇങ്ങനെ വരത്തില്ല. അതായത് എന്താണ് നമ്മുടെ പുരോഗമന സമൂഹം എന്ന് പറയുകയും അതിനൊപ്പം തന്നെ വായിന്ന് തെമ്മാടിത്തരം എന്ന് പറയുന്ന ഒരു വാക്ക് ഉത്ഭവിക്കുകയും അത് വലിച്ചെറിയുകയും ചെയ്യുന്നൊരു പ്രവൃത്തി അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം അത് അവനവനെ തന്നെ ഇകഴ്ത്തി കാണിക്കുന്നൊരു പ്രവൃത്തിയായിപ്പോയി. കാരണം അത് എവിടെ നിന്നാണ് വരുന്നത്? മൊത്തത്തിൽ ഫ്രസ്ട്രേറ്റായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ട് സതീശൻ മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഈ മന്ത്രിസഭയുടെ കാലത്ത് കോൺഗ്രസിനകത്ത് യുവ തുർക്കികളെ കംപ്ലീറ്റ് തൻ്റെ കൂടെ കൊണ്ടുവരാൻ, ഉദാഹരണത്തിന് ഷാഫി പറമ്പിലടക്കമുള്ള യൂത്ത് നേതാക്കന്മാരെ കംപ്ലീറ്റ് തൻ്റെ കൂടെ നിർത്താൻ കഴിഞ്ഞൊരു നേതാവാണ് സതീശൻ. സ്വാഭാവികമായിട്ടും അടുത്ത തവണ 2 തവണ പിണറായി ഭരിച്ചല്ലോ, സ്വാഭാവികമായിട്ടും 3-ാം തവണയെങ്കിലും ഭരണം മാറും. ഭരണം മാറിയാൽ
അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടപ്പെടുക താനാണെന്നുള്ള ഉറച്ച ബോധ്യത്തിലാണ് സതീശൻ മുൻപോട്ട് പോകുന്നത്. ഒരുപക്ഷെ 2 ഉപതെരഞ്ഞെടുപ്പിൽ ഒരെണ്ണം കൂടെ ജയിച്ചിരുന്നെങ്കിൽ സതീശൻ കുറച്ചുകൂടെ ചേലക്കര കൂടെ ജയിച്ചത് കുറച്ചുകൂടെ ബലമായനെ. പക്ഷെ ചേലക്കര നിലനിർത്താൻ CPM-നായി. അപ്പോൾ തന്നെ ചേലക്കര കൂടി അത്രയും പണിപ്പെട്ടു. സതീശനും സുധാകരനും കോൺഗ്രസിനെ ഫുൾ വിങ് ഇറങ്ങി പ്രവർത്തിച്ചിട്ടും ചേലക്കര പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ചേലക്കര പിടിക്കാതായതിനു ശേഷമാണ് ഈ ആട്ടം കോൺഗ്രസിനകത്ത് തുടങ്ങുന്നത്, ഈ ഭിന്നസ്വരങ്ങൾ കോൺഗ്രസിൽ തുടങ്ങുന്നത്. അതിൻ്റെ അവസാന ഘട്ടമായിരുന്നു ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയുള്ള കാര്യങ്ങൾ മുഴുവൻ വരുന്നതും, NSSന്റെ ഇടപെടൽ വരുന്നതും, പിന്നെ സമസ്തയ്ക്കകത്തുള്ള പരിപാടി. ഇപ്പം ഈ പാറ്റേണിൽ രമേശ് ചെന്നിത്തല മുൻപോട്ട് പോവുകയും അതേ പാറ്റേണിൽ വരാൻ ശ്രമിക്കുന്ന സതീശനെ വർത്തമാന സഭയുടെ പരിപാടിയിൽ നിന്ന് വെട്ടിക്കളയും കൂടെ ചെയ്തപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഏത് മനുഷ്യനെ ഫ്രസ്ട്രേറ്റ് ആയി പോകും. പക്ഷേ ആ ഫ്രസ്ട്രേഷനെ എങ്ങനെ നിയന്ത്രിക്കണമെന്നുള്ളത് കൂടി ഒരു രാഷ്ട്രീയ നേതാവ് പഠിക്കണം. പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ നിയമസഭയ്ക്കകത്ത് ഇങ്ങനെ പേപ്പർ എറിഞ്ഞിട്ട് തെമ്മാടിത്തരൊന്ന് പറഞ്ഞു പോകും. അത് ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റുന്നതാണോ? നാളെ മുഖ്യമന്ത്രിയാകാൻ പ്രതീക്ഷിച്ച് കുപ്പായം തുന്നി ഇരിക്കുന്ന ഒരാൾക്ക് പറ്റിയ പ്രവൃത്തിയാണെന്നുള്ളത് സതീശൻ തന്നെ ആലോചിക്കേണ്ടതാണ്. കാരണം സതീശനെ സംബന്ധിച്ച് ഇപ്പം സതീശൻ അറിയുമല്ലോ എങ്ങനെയാണ് സുധാകരൻ കണ്ണൂരിൽ നിന്ന് വരുന്ന ആളാണ്. സുധാകരൻ കണ്ണൂർ CPM-നോട് നേർക്ക് നേർ പോരാടി വരുന്നൊരു നേതാവാണ്. അപ്പം സുധാകരനെ പോലെ അത്ര ആർജവത്തോടെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ അണികളെ ചൂണ്ടുവിരൽ നിർത്തി പോകണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് സതീശൻ. പിന്നെ സതീശൻ കാണുന്നത് എന്താണ്? കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് സതീശൻ 8-9 വർഷമായിട്ട് സതീശൻ കാണുന്നത് പിണറായി വിജയനെയാണ്. പിണറായി വിജയൻ 10-15 വർഷക്കാലം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ എങ്ങനെയാണ് പിണറായി വിജയൻ CPM-നെ നയിച്ചത്? ആ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ എങ്ങനെയാണ് ആ സർക്കാരിനെ നയിക്കുന്നത്? വലിയ പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും ആരോപണങ്ങളും ഈ കലഹങ്ങളും എല്ലാം ഉള്ളപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടി എങ്ങനെയാണ് പിണറായി വിജയൻ നേരിട്ടത്? അതേസമയം ശാസനാസ്വരത്തിൽ പാർട്ടി വേദികളിലും തന്റെ സർക്കാർ മിഷനറിക്കകത്ത് ഇടപെടുന്ന ആളുമാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയന്റെ ശൈലിയാണ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് തനിക്ക് പിണറായി വിജയനെ പോലെ ഒരാളാവാൻ കഴിയുന്നതെന്നാണ് സതീശന്റെ ഗവേഷണം. പക്ഷേ അത് ഞാൻ പറഞ്ഞ അവസാനം തൽക്കാലം അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോൺഗ്രസിൽ അതിൽ പ്രശ്നങ്ങളാണ് കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷാനോസ്, എനിക്ക് ഇതിലൊരു പോയിന്റ് പറയാനുള്ളത്, അതായത് നമ്മൾ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളിലേക്ക് മൂല കാരണങ്ങളിലേക്ക് വരുമ്പോൾ ഷാനോസ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. രമേശ് ചെന്നിത്തല തന്നെയാണ് ഇപ്പോഴത്തെ മൂല കാരണം. ഒപ്പം ഈ ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം, അതായത് കോൺഗ്രസ് പിടിക്കും, ചെറിയൊരു മാർജിനിലെങ്കിലും രമ്യ ഹരിദാസിനെ വെച്ച് വിജയിപ്പിക്കാം എന്നുള്ള ഒരു ഒരു അജണ്ട നടപ്പാക്കാൻ കഴിയാത്തതിൻ്റെ ഒരു ജാള്യത VD സതീശനുണ്ട്. കാരണം VD സതീശനാണ് അവിടെ പ്രചാരണം. അതെ, VD സതീശനാണ് അവിടെ പ്രചാരണം നയിച്ചത്. എനിക്ക് തോന്നുന്നു നമുക്ക് തന്നെ തന്ന ഇന്റർവ്യൂകളിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്തം തനിക്കാണെന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. അവിടെയാണ് ചേലക്കരയിൽ തോൽക്കുകയും ചെയ്തത്. അതേസമയം പാലക്കാട് ജയിച്ചു. പാലക്കാട് ജയത്തിൽ പിടിച്ചു നിൽക്കുന്ന VD സതീശനെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതായത് ഇപ്പോൾ VD സതീശൻ്റെ അജണ്ട എന്ന് പറയുന്നത്, VD സതീശൻ നേരത്തെ ഷാനോസ് പറഞ്ഞ പോലെ ഒരു കോക്കസിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് VD സതീശൻ വന്നത് തന്നെ ചതിയിലൂടെയാണ് എന്നാണ് പൊതുവെ കോൺഗ്രസിന്റെ അകത്ത് വിലയിരുത്തപ്പെടുന്നത്. അതായത് രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കണമെന്ന് A ഗ്രൂപ്പ് നിലപാടെടുത്തിട്ട് A ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി ഷാഫി പറമ്പിൽ പക്ഷേ ഡൽഹിയിൽ പോയി പറഞ്ഞ പേര് VD സതീശന്റെ ആയിരുന്നു എന്നുള്ളതാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ ഉമ്മൻചാണ്ടിക്ക് അടുത്ത അതൃപ്തിയിലായിരുന്നു ഷാഫി പറമ്പിലിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംഭവം അവിടെ നിൽക്കുമ്പോഴാണ് VD സതീശൻ ഉണ്ടാക്കുന്ന കോക്കസ്. ആ കോക്കസിൽ ഷാഫി പറമ്പിൽ, റോജി M. ജോൺ, രാഹുൽ മാങ്കൂട്ടത്തിൽ, മാത്യു കുഴൽനാടൻ, പാലോട് രവി, വർക്കല കഹാർ, അങ്ങനെ പോകുന്ന ഒരു ഗ്രൂപ്പാണ്. പിന്നെ ഷിയാസ്, അങ്ങനെയുള്ള, അതായത് ഓരോ ജില്ലയിലും VD സതീശന് കൃത്യമായ ഒരു ടീമിനെ VD സതീശൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. അതായത് ഒരു സമാന്തര കോൺഗ്രസ് രീതിയിലേക്ക് VD സതീശൻ അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ ഷാഫി പറമ്പിലാണ് VD സതീശൻ്റെ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഓപ്പറേഷൻസ് എല്ലാം നടത്തുന്നത്. പക്ഷേ അത് KC വേണുഗോപാൽ വഴിയല്ല. അതിനു മുകളിൽ ഏതോ ഒരു ശക്തി വഴിയാണ് KC വേണുഗോപാലിനെയും കവച്ചു വെച്ചുകൊണ്ടാണ് VD സതീശൻ അവിടുത്തെ ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പോൾ അത്തരം ഒരു പണി അവിടെ നടക്കുമ്പോഴാണ് KC തിരിച്ച് പണി കൊടുക്കാനുള്ള തീരുമാനമെടുത്തത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ KCയുടെ പണിയാണ് രമേശ് ചെന്നിത്തല. KCയുടെ പണി, അതായത് KCക്ക് ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായിട്ട് വന്നിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ KC നിയോഗിച്ച ഒരു പണിയാണ് രമേശ് ചെന്നിത്തല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇപ്പോൾ VD സതീശൻ ചെയ്യുന്ന പണി എന്താണ്? ഈ ദീപാദാസ് മുൻഷിയെ പോലുള്ള ഒരു നേതാവിനെ ഉപയോഗിച്ച് കെ സുധാകരനെതിരായ ഒരു വികാരമുണ്ടാക്കിയിട്ട് സുധാകരൻ, അതായത് കോൺഗ്രസിൽ എപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സുധാകരൻ എന്ന് പറയുന്ന നേതാവാണ് എന്നുള്ള നിലയിലേക്ക് വരുത്തി തീർത്ത് സുധാകരനെ മാറ്റാനുള്ള ഒരു നേതൃമാറ്റ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മളൊന്ന് സുധാകരനെയും VD സതീശനെയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കും. സുധാകരൻ 8ാമത്തെ വയസ്സിൽ കോൺഗ്രസ് പ്രവർത്തനം തുടങ്ങിയ ആളാണ്. അന്ന് തൊട്ട് ഇന്നുവരെയും സുധാകരൻ്റെ മുഖ്യ ശത്രു CPM ആണ്.
അതേസമയം വി ഡി സതീശൻ എന്നാണ് വി ഡി സതീശൻ ഈ എറണാകുളം കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു പടവെട്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന ആളല്ല. ഒരു തവണ പറവൂരിൽ മത്സരിച്ചു, അപ്പോൾ CPI-യോട് തോറ്റു. പക്ഷെ അവിടെ തന്നെ തുടരാൻ പിന്നെ കരുണാകരൻ പറഞ്ഞു. അങ്ങനെ അവിടെ തുടർന്ന് ജയിച്ച് അതെ അങ്ങനെ വന്ന. പക്ഷേ കെ സുധാകരൻ കെ സുധാകരൻ CPM-നോട് പടവെട്ടി അവിടെ നിന്ന് കോൺഗ്രസ് ഉണ്ടാക്കി അടിക്കടി വെട്ടിന് വെട്ട് എന്നുള്ള നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന ആളാണ്. അപ്പം ആ ഒരു ബഹുമാനം കെ സുധാകരനും വി ഡി സതീശനെ പോലെ ഒരാൾ കൊടുക്കണം എന്നുള്ള ഒരു പൊതുവികാരമാണ് കോൺഗ്രസിൻ്റെ അകത്ത് ഉള്ളത്. കെ സുധാകരനെ അവഹേളിക്കുന്ന, കെ സുധാകരനെ അപമാനിക്കുന്ന രീതിയിൽ പലയിടത്തും പൊതുവേദിയിലൊക്കെ വി ഡി സതീശൻ പെരുമാറുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. AK ആൻ്റണിയെ പോലും അപമാനിക്കുന്ന രീതിയിൽ, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാവുന്ന രീതിയിൽ വി ഡി സതീശൻ പെരുമാറുന്നത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു താൻ പോരിമ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു പോക്ക് വി ഡി സതീശനുണ്ട്. അപ്പോൾ അത് മറച്ചു വയ്ക്കാൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിലെല്ലാം കാരണം കെ സുധാകരനാണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ, നേതൃഗുണമില്ലായ്മയാണ് പ്രശ്നം എന്ന് പറഞ്ഞു വയ്ക്കാനുള്ള ഒരു ശ്രമം ഈ നേതൃമാറ്റ ചർച്ചകളിലൂടെ വി ഡി സതീശൻ നടത്തുമെന്നുള്ളത് നേരത്തെ മനസ്സിലാക്കിയിട്ടാണ് മറുഗ്രൂപ്പ് പണി തുടങ്ങിയത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതിയിൽ, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടായ ചർച്ച എന്താണ്? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് AP അനിൽകുമാർ എന്ന് പറയുന്ന വണ്ടൂരിൽ നിന്നുള്ള, വളരെ വർഷമായി വണ്ടൂരിൽ നിന്നുള്ള MLA, 2 തവണയും മന്ത്രിയായ AP അനിൽകുമാറാണ് സത്യത്തിൽ കേരളത്തിൽ KC വേണുഗോപാലിൻ്റെ എല്ലാ ഓപ്പറേഷൻസും നയിക്കുന്നത്. അപ്പോൾ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് KC വേണുഗോപാലിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് AP അനിൽകുമാർ എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെയുള്ള AP അനിൽകുമാറാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വി ഡി സതീശനെതിരെ വലിയ വിമർശനം, താൻ ആരാണ് എന്നുള്ള ചോദ്യം ഉന്നയിച്ചത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രസക്തമായ കാര്യം. എന്താണ് വി ഡി സതീശനെതിരെ AP അനിൽകുമാർ അങ്ങനെ പറയാൻ കാരണമെന്നറിയാമോ? 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 43 സീറ്റുകൾ, അതായത് നിലവിലുള്ള സീറ്റുകളെക്കാൾ 43 സീറ്റുകൾ എങ്ങനെ അധികം നേടാമെന്നുള്ള കണക്ക് സതീശൻ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അവതരിപ്പിച്ചു. ഇത് പാർട്ടി അറിയാതെയാണ് ഇങ്ങനൊരു കണക്ക് വി ഡി സതീശൻ എടുത്തത്. അതായത് വി ഡി സതീശൻ സ്വന്തം ഒരു സർവേ നടത്തിയതുപോലെയാണ് അത് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഫീൽ ചെയ്തത്. അതായത് പാർട്ടി അറിയാതെ, രാഷ്ട്രീയകാര്യ സമിതി അറിയാതെ, KPCC പ്രസിഡന്റ് അറിയാതെ വി ഡി സതീശൻ സ്വന്തം നിലയ്ക്ക് ഒരു സർവേ നടത്തി 43 സീറ്റുകളിൽ എങ്ങനെ ജയിക്കാമെന്നുള്ള ഒരു കണക്കും കൊണ്ടുവന്നിരിക്കുകയാണ്. ഉടനെ AP അനിൽകുമാർ ചോദിച്ചു, ഇതൊക്കെ പറയാൻ താൻ ആരാണ് എന്ന് ഈ AP അനിൽകുമാർ ചോദിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയി. പിന്നീടത് കൊടിക്കുന്നിൽ സുരേഷ് ഇടപെട്ട് പരിഹരിച്ചു. KC ഇടപെട്ട് രണ്ടുപേരെ ഇരുത്തി, രണ്ടുപേരും തമ്മിൽ വലിയ രീതിയിലുള്ള വാഗ്വാദം ഉണ്ടായി. അതിനിടയിൽ ശൂരനാട് രാജശേഖരൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റെ വസതി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അഭയകേന്ദ്രമല്ലാതെയായി എന്ന് പറയുന്നിടത്ത് ശൂരനാട് രാജശേഖരൻ വലിയൊരു വിമർശനം ഉന്നയിക്കുക. അതും നേതാക്കളെ ഇടപെട്ട് പരിഹരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ KC ഈ ഒരു വികാരം മനസ്സിലാക്കി കളിക്കുകയാണ്. ആ ഒരു വികാരം, അതായത് വി ഡി സതീശനെതിരായ ഒരു വികാരം സംസ്ഥാന കോൺഗ്രസ്സിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കളിയാണ് KC വേണുഗോപാൽ കളിക്കുന്നത്. അതിന് അദ്ദേഹം തൻ്റെ ഒരു ഘട്ടത്തിൽ അല്പം തമ്മിൽ തെറ്റിയെങ്കിൽ പോലും ഒരു രീതിയിലും വലിയൊരു എതിർപ്പിലേക്ക് KCയും രമേശ് ചെന്നിത്തലയും പോയിട്ടില്ല, തമ്മിലൊരു എതിർപ്പിലേക്ക് പോയിട്ടില്ല. അങ്ങനെയുള്ള KC രമേശ് ചെന്നിത്തലയെ ഈ ഒരു അവസരത്തിൽ എടുത്ത് ഉപയോഗിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ രമേശ് ചെന്നിത്തല പെട്ടെന്ന്, നേരത്തെ ഷാനോസ് പറഞ്ഞ പോലെ പെട്ടെന്ന് വരുന്നു. അതായത് NSSുമായി രമേശ് ചെന്നിത്തലയായിട്ടുള്ള തർക്കം തീരുന്നു എന്ന വാർത്തയിലൂടെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ള ഒരു എന്താ പറയുക, ഒരു പ്രതീതി സൃഷ്ടിക്കാൻ പെട്ടെന്ന് കഴിഞ്ഞു. അതിന് പിന്നിൽ കളിച്ച ഒരു വ്യക്തിയുണ്ട്. അതാണ് നമ്മൾ ഒരു സൈലന്റ് കില്ലർ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസ്സിലുണ്ട് എന്ന് ഞാൻ പറയും. അത് PJ കുര്യനാണ്. PJ കുര്യനാണ് NSSുമായി സംസാരിച്ച് ഈ രമേശ് ചെന്നിത്തലയും NSSുമായിട്ടുള്ള പ്രശ്നം തീർക്കണമെന്ന് സുകുമാരൻ നായരെടുത്ത് സംസാരിച്ച് പ്രശ്നം തീർത്തത്. കാരണം സുകുമാരൻ നായരും PJ കുര്യനുമായിട്ടുള്ള ബന്ധം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അവർ തമ്മിൽ വലിയ ബന്ധമുണ്ട്. അവർ തമ്മിൽ അങ്ങനെ സൗഹൃദം പുലർത്തുന്ന രണ്ടുപേരാണ്. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച്, അതായത് KC PJ കുര്യൻ വഴി രമേശ് ചെന്നിത്തലയുടെ അവിടുത്തെ NSSുമായിട്ടുള്ള പ്രശ്നം പരിഹരിച്ചു. വി ഡി സതീശനെ മാരാമൺ കൺവെൻഷനിൽ നിന്ന് വെട്ടിയതാരാ? മാർത്തോമാ സഭക്കാരനായ PJ കുര്യൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ PJ കുര്യനെ വെച്ച് KC വേണുഗോപാൽ കൃത്യമായി കളിക്കുന്നു. വി ഡി സതീശനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത നേതാവാണ് PJ കുര്യൻ.
ഈ പി ജെ കുര്യൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരനാണ്. കാരണം അവിടെ പത്തനംതിട്ട ജില്ലക്കകത്ത് ഒരു വാർഡിൽ മത്സരിക്കാൻ പോലും പി ജെ കുര്യന് അനുമതി വേണമെന്നുള്ളതാണ് ഇപ്പോഴും പത്തനംതിട്ടയിലെ കോൺഗ്രസിന്റെ അവസ്ഥ. കോൺഗ്രസ് ഒരുപാട് നേതാക്കന്മാരുണ്ട്, അതല്ല കെ സി വേണുഗോപാൽ വഴി കളിക്കുന്നു. അതായത് പറഞ്ഞല്ലോ NSSുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. സൂര്യനെല്ലി കേസുണ്ടായ സമയത്തൊക്കെ എങ്ങനെയാണ് അതിൽ കൂടെ പി ജെ കുര്യനും അതിന്റെ പരമായി NSSും ഈ NSSന്റെ നേതാക്കന്മാരൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാം. നാരായണ പണിക്കർ മുതലുള്ള വല്ലാത്ത ബന്ധമാണ്. അതായത് NSSന്റെ കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരിന്റെ സമയത്ത് NSS കേന്ദ്രത്തിൽ എന്തെങ്കിലും നടപ്പിലാക്കി എടുക്കുന്നുവെങ്കിൽ അത് ഈ തോമസ് മാഷ് വഴിയും പി ജെ കുര്യൻ വഴിയുമാണ്. ഈ പി ജെ കുര്യൻ ക്യാബിനറ്റ് പദവിയിലിരുന്ന ആളാവുമ്പോൾ പോലും പി ജെ കുര്യന് താഴെ തട്ടിൽ ബന്ധമുണ്ടെന്നുള്ളതാണ് ഞാൻ എപ്പോഴും നാട്ടിലെ കോൺഗ്രസ്സുകാരോട് സംസാരിക്കുമ്പോഴത്തേക്ക് ഇപ്പോഴും ഉണ്ട്, ഈ പ്രായത്തിലുണ്ട്. അപ്പോൾ നമ്മളൊരു കോൺഗ്രസ്സുകാരോട് സംസാരിക്കുമ്പോഴത്തേക്ക് കുര്യൻ സാറ് സമ്മതിക്കത്തില്ല. അവരാദ്യം പറയുന്നത് കുര്യൻ സാറ് സമ്മതിക്കത്തില്ല എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ ഒരു പഞ്ചായത്തുമായി ബന്ധപ്പെട്ടൊരു കാര്യം സംസാരിക്കുന്നത്, അപ്പോൾ അവിടുത്തെ ഭരണസമിതി എങ്ങനെ വീഴുവോ അല്ലെങ്കിൽ നിൽക്കുവോ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത് കുര്യൻ സാറ് സമ്മതിക്കത്തില്ല എന്നാണ് അവർ പറയുന്നത്. അത് ഓർക്കണം, ഏറ്റവും താഴെ തട്ടിലെ പ്രവർത്തകരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻഷാദ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ എനിക്കത് അൻഷാദ് പറഞ്ഞ അഭിപ്രായത്തിൽ ഈ രാഷ്ട്രീയകാര്യ സമിതിക്കകത്ത് ഉണ്ടായതിനകത്ത് നിലവിലുള്ള സീറ്റ് പ്ലസ് 63 എന്നൊരു കണക്ക് കൊടുത്തിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 80 സീറ്റുകൾ 84 സീറ്റ് വരെയാണ് സതീശൻ പറയുന്നത്. അതായത് കോൺഗ്രസിന്റെ നിർജീവ അവസ്ഥയിൽ നിന്ന് അതായത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്ലസ് ലീഗിന്റെ സീറ്റ് കിടക്കാണ്. അതായത് 43 സീറ്റിന്റെ കണക്കാണ് സതീശൻ അവതരിപ്പിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഈ എങ്ങനെയാണത് ഈ CPM മൊത്തത്തിൽ അപ്രസക്തമാക്കുന്ന അതായത് നിലവിലെ നമ്മൾ ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷമുള്ള അവസ്ഥ മനസ്സിലാക്കുമ്പോൾ അത്ര സീറ്റിലേക്ക് പോകാൻ പറ്റത്തില്ല. CPM ഒരു സേഫ് സോണിലാണ് നിൽക്കുന്നത് നമുക്കറിയാം. പക്ഷേ 84 പ്ലസ് ബാക്കി ഘടകകക്ഷിയുള്ള സീറ്റൂടെ കിടപ്പുണ്ട്. അപ്പം വലിയ മാർജിനിൽ അടുത്ത തവണ UDF വരുമെന്നുള്ള സാധനം കൊണ്ട് അങ്ങ് അവതരിപ്പിച്ചു. അതാണ് പ്രശ്നം. അതായത് ഒരു ചെറിയ ശരാശരിയിലല്ല, 71 സീറ്റിലോ 75 സീറ്റിലോ അല്ല നിന്ന് കളിക്കുന്നത്. പകരം 85-ന് മുകളിൽ 90 വരെ എത്താവുന്ന ഒരു മാർജിൻ കൊണ്ട് വെക്കുമ്പോൾ അപ്പോൾ സതീശൻ ഉറപ്പുണ്ടെന്നുള്ള സാധനം സതീശൻ തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് തുടക്കമുള്ള സൂര്യനാട് രാജശേഖരനാണ്. സൂര്യനാട് രാജശേഖരനാണ് തുടക്കത്തിൽ പൊട്ടിത്തെറിക്കുന്നത്. പക്ഷെ ആ പൊട്ടിത്തെറി ഏറ്റെടുക്കുന്നത് AP അനിൽകുമാറാണ്. AP അനിൽകുമാർ അതിനെ ഫിനിഷ് ചെയ്ത് കളഞ്ഞു. അതെ, KCയുടെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ AP അനിൽകുമാറിനെ ഇറക്കി കളിക്കുമെന്ന് VD സതീശൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ ഒരു AP അനിൽകുമാറിന്റെ വിമർശനത്തിലാണ് VD സതീശൻ പൊട്ടിത്തെറിച്ചു. അതെ, സതീശനെ ഫിനിഷ് ചെയ്യുന്ന തരത്തിലാണ്. അത് കാരണം കോൺഗ്രസ് ആണല്ലോ ഈ തർക്കം ഉണ്ടാകുമ്പോഴത്തെ ഏറ്റെടുക്കാനാണല്ലോ. ഇത് നിങ്ങളെ ആരേൽപ്പിച്ചു എന്നുള്ള ഷാർപ്പായിട്ടുള്ള ചോദ്യമാണ് AP അനിൽകുമാർ ഉന്നയിക്കുന്നത്. ഇത് ഈ പരിപാടി ആര് നിങ്ങളെ ഏൽപ്പിച്ചു, നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞത് ചെയ്യാൻ എന്ന് മുഖത്ത് നോക്കി ചോദിക്കുന്നത് സ്വാഭാവികമായിട്ട് പേപ്പർ അറിയും. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നുവെങ്കിൽ AP അനിൽകുമാറിനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ കൊണ്ടുവരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ അങ്ങനെ ഒരു ഫോർമുല കെ സുധാകരൻ മാറി AP അനിൽകുമാർ വരട്ടെ എന്നൊരു ഫോർമുല KC വേണുഗോപാൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയുണ്ട്. AP അനിൽകുമാർ വന്നു കഴിഞ്ഞാൽ VD സതീശന്റെ കാര്യം പോക്കാണ്. അതാണ് VD സതീശന്റെ പേടി. അപ്പൊ ഈ രീതിയിലാണ് ചർച്ചകൾ പോകുന്നത്. ഇതിനകത്ത് രണ്ട് നേതാക്കന്മാരെ നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ, ഇപ്പം കെ സുധാകരൻ, VD സതീശൻ. കെ സുധാകരന്റെ സ്റ്റേക്ക് തന്നെ നിൽക്കുന്നത്, കെ സുധാകരൻ പറയുന്നത് CPMന്റെ MLA-മാർ ഉള്ളിടത്ത് പോലും വലിയ തോതിൽ ലീഡ് നേടിയാണ് സുധാകരൻ ജയിച്ചിട്ടുള്ളത്. സുധാകരൻ അങ്ങനെ ഒരു നിസ്സാര നേതാവല്ല. ഇപ്പോൾ സതീശൻ ഈ പറയുന്ന ദീപാദാസ് മുൻഷിയോട് എത്ര പറഞ്ഞ് മാറ്റാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയാലും, അപ്പോൾ ദീപാദാസ് മുൻഷി പറയുന്നത് എന്തായാലും കേരളത്തിലെ പാർട്ടി, കേരളത്തിലെ കോൺഗ്രസ് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് കടുപ്പിച്ച് പറഞ്ഞാൽ അവരിങ്ങോട്ട് രംഗപ്രവേശം ചെയ്യുന്നുണ്ട് ഈ ചർച്ചകൾക്കകത്ത്. അത് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല എന്നുള്ള വാക്കിൽ എന്തായിരിക്കുന്നത്, ഈ നേതൃത്വം പോരാ എന്നുള്ളതാണ്. പക്ഷേ അതിനെ തടയിടുന്ന നിലപാടാണ് കേസിൻ്റെ ഭാഗത്തുനിന്നും ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നും സീനിയർ നേതാക്കൾ എന്ന നിലയ്ക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. A ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പില്ല. A ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടു കൂടി അപ്രസക്തമായി. പക്ഷെ ബെന്നി ബെഹന്നാൻ എന്ന് പറയുന്ന നേതാവിന് ഇപ്പോഴും വലിയ സ്വാധീനം കോൺഗ്രസിൻ്റെ സംഘടനാ തലത്തിലുണ്ട്. ബെന്നി ബെഹന്നാൻ ഉൾപ്പെടെ പറഞ്ഞത് കെ സുധാകരനെ, KSനെ വിശ്വാസത്തിലെടുത്ത് അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടാണ് ഈ ബെന്നി ബെഹന്നാൻ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ച്. ആ ഒരു നിലപാടിന് പിന്നിൽ AK ആൻ്റണി ഉണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിലെ അങ്ങനെ തന്നെ വിലയിരുത്തണം. കാരണം A ഗ്രൂപ്പ് ചിത്രത്തിലില്ലെങ്കിലും A ഗ്രൂപ്പിൻ്റെ ആളുകൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലായി തെറിച്ച് കിടപ്പുണ്ട്. അവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൂടെ കൊണ്ടുവരിക എന്നുള്ളൊരു പണി ചെയ്യാൻ എളുപ്പമാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ MLA ആയിട്ട് നിയമസഭയിലുമുണ്ട്. ആ സാധ്യത ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതൊന്നും അല്ലാതെ കെ മുരളീധരൻ ഇതൊന്നും അല്ലാതെ തെന്നിത്തെറിച്ച് പലതരം പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട. പക്ഷേ കെ മുരളീധരൻ പലതരം പ്രസ്താവനകൾ നടത്തുമ്പോൾ പോലും
കെ സുധാകരനൊപ്പമാണ് അതെ 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 ഞാൻ പറഞ്ഞത് കെ മുരളീധരൻ ഒറ്റയ്ക്ക് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എല്ലാവരും കൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞത് പിന്നെ അടുത്തത് ഇപ്പം നമ്മൾ സുധാകരൻ്റെ കാര്യം പറഞ്ഞു, അടുത്ത വി ഡി സതീശനാണ്. അപ്പോൾ വി ഡി സതീശൻ്റെ പ്രശ്നം, വി ഡി സതീശൻ യോഗത്തിൽ അഭിപ്രായപ്പെടുന്നത് ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ഫൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവർ ഒറ്റയ്ക്ക് കിടന്ന് ഫൈറ്റ് ചെയ്യുന്നു, CPM-നെ അട്ടിമറിക്കാൻ വേണ്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നു, പക്ഷേ എൻ്റെ കൂടെ പാർട്ടിയില്ല. അതാണ് അവർ രാഷ്ട്രീയമായ അഭിപ്രായമാണത്. അതൊരു വ്യക്തി കേന്ദ്രീകൃതമായ അറ്റാക്ക് അല്ല, അത് സുധാകരനെ അറ്റാക്ക് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അറ്റാക്ക് ചെയ്യുന്നത്. അത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പാട് സഹിക്കുന്നു, ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ട് പോരാട്ടം നയിക്കുന്നു, ഞാൻ ഈ സർക്കാരിനെതിരായിട്ട് പോരാട്ടം നയിക്കുന്നു, നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, പക്ഷേ എൻ്റെ കൂടെ പാർട്ടിയില്ല. ഈ ഞാൻ നയിക്കുന്ന പോരാട്ടത്തെ പാർട്ടി കൂടി ഏറ്റെടുത്താലേ അടുത്ത സർക്കാരിനെ മറിച്ചിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പറ്റൂ. കാരണം ലീഗിൻ്റെ രീതി അറിയാലോ, ഈ മൂന്നാം തവണയും കൂടെ പ്രതിപക്ഷത്തിരിക്കാൻ ലീഗ് തയ്യാറാവത്തില്ല. UDF-ന്റെ ഭാഗമായി നിൽക്കുന്ന പല ഘടകകക്ഷികളും അതിന് സന്നദ്ധരാവത്തില്ല. കാരണം കോൺഗ്രസിൽ അടി സൂക്ഷ്മമായിട്ട് CPM വിലയിരുത്തുന്നുണ്ടല്ലോ. അപ്പോൾ CPM ഇതിൽ നിന്ന് എങ്ങനെ മുതലെടുക്കാമെന്നുള്ള CPM ആലോചിക്കും. അപ്പോൾ ഈ ഭയം ഘടകകക്ഷികൾക്കുണ്ട്, ഈ തമ്മിൽ തല്ല് പ്രശ്നമാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ തമ്മിൽ തല്ലിനകത്ത് ഇടയ്ക്ക് കയറിയാണ് ലീഗിൻ്റെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് വളരെ കൃത്യമായിട്ട് കിട്ടുന്നത്. ഞങ്ങളുടെ പോപ്പ് എന്ന് രമേശ് ചെന്നിത്തലയെ വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് ലീഗ് നേതാക്കന്മാർ മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നമുണ്ടാകാതെ മുമ്പോട്ട് പോകണമെന്നും രമേശ് ചെന്നിത്തലയ്ക്കാണ് ഇതിനകത്ത് കൂടുതൽ സാധ്യതയുള്ളതെന്നും കൽപ്പിച്ചാണ് ഒരു കൂട്ടം ആളുകൾ കൂടെ. ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം പറയാം. ഇന്ന് വി ഡി സതീശൻ പൊട്ടിത്തെറിച്ചല്ലോ. ഈ പൊട്ടിത്തെറിക്കണതിന് മുമ്പ് അദ്ദേഹം 2 തവണ പിൻബെഞ്ചിലേക്ക് നോക്കുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. പിൻബെഞ്ചിലേക്ക് നോക്കിയിട്ട് കണ്ണുകൊണ്ട് PC വിഷ്ണുനാഥിൻ്റെ അടുത്ത് എണീറ്റ് വരാൻ ആക്ഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ ആക്ഷനിലൊന്നും PC വിഷ്ണുനാഥോ അവിടെ ഇരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് അതെ അവരാരും ശ്രദ്ധിക്കുന്നില്ല. ലീഗ് നേതാക്കൾ, ലീഗിന്റെ അണികൾ അല്ലെങ്കിൽ MLA-മാർ ശ്രദ്ധിക്കുന്നതേയില്ല. അത് കഴിഞ്ഞ് മര്യാദകൾ കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഈ വി ഡി സതീശൻ പൊട്ടിത്തെറിക്കുന്ന ഘട്ടത്തിലാണ് PC വിഷ്ണുനാഥ് ഒരു നിവൃത്തിയില്ലാതെ എണീറ്റ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ 2 വട്ടം വരുന്നുണ്ട്. ഈ 2 വട്ടവും ആക്ഷൻ കാണിച്ചിട്ടേ വരുന്നുള്ളൂ. അതല്ലാതെ സ്വയമേ എൻ്റെ നേതാവിനെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ഇതിൽ എണീറ്റ് വരുന്നില്ല. അതായത് ഇവർക്കെല്ലാവർക്കും PC വിഷ്ണുനാഥ് ഇപ്പോഴും A ഗ്രൂപ്പിനൊപ്പം തുടരുന്ന ഒരു നേതാവായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയോടുള്ള അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. മാത്രമല്ല പ്രവർത്തകരുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു നേതാവാണ്. മാത്രമല്ല KC-യുടെ അടുത്ത ആളാണ്. അപ്പോൾ അദ്ദേഹം വി ഡി സതീശൻ ഈ പറയുന്നതൊക്കെ ബാക്കിൽ ഒരു ചെറു ചിരിയോടുകൂടി കേട്ടോണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതൊരു നേർചിത്രമായിട്ടാണ് കോൺഗ്രസിനകത്ത് അതൊന്നും വലിയ കാര്യമില്ല. പക്ഷേ ഷാഫി ഇപ്പോൾ ഇവിടെ നിൽക്കും. ഞാൻ പറഞ്ഞു കോൺഗ്രസിനകത്ത് ഇപ്പം ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു പറഞ്ഞപ്പോൾ ഒരു ഗ്രൂപ്പ് അപ്രസക്തമാകുമ്പോഴത്തേക്ക് നേരെ ഇപ്പുറത്ത് ചാടാൻ ഒരു മനസാക്ഷി കുത്തില്ലാത്ത ആളുകളാണ്. ഞാൻ ഇതിനെ CPM-മായി തട്ടിച്ചു നോക്കുന്നത്. എത്ര കാലം ഈ VS അച്യുതാനന്ദനോട് പോരാടിയിരുന്നു. പിണറായി പക്ഷത്തിന് എത്ര പേര് VS അച്യുതാനന്ദൻ പക്ഷത്തേക്ക് ആരും പോയിട്ടില്ല. അതത് രാഷ്ട്രീയ പാർട്ടികൾ പുലർത്തുന്ന രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. എനിക്കിതിനകത്ത് ഈ അവസാനമായി പങ്കുവെക്കാനുള്ള ഒരു കാര്യം, എങ്ങോട്ടാണ് ഈ കോൺഗ്രസ് പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസ് ഇങ്ങനെ യുദ്ധം ചെയ്ത് പോകുന്നത് കോൺഗ്രസിന് ഗുണമാണോ? കോൺഗ്രസ് എന്ത് രാഷ്ട്രീയമാണ് മുമ്പോട്ട് വെക്കുന്നത്? അല്ല വി ഡി സതീശൻ ഇങ്ങനെ പെരുമാറുമ്പോൾ എന്ത് രാഷ്ട്രീയമാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്? അവരെപ്പോഴും ശരിയാണ്, കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടി CPM ആണ്, പിണറായി വിജയനാണ് മുഖ്യ ശത്രു. അത് രാഷ്ട്രീയമായി കാണാം, അങ്ങനെ തന്നെ ശരി, ഓക്കെ, അങ്ങനെ സംഭവപ്പെട്ടെ. പക്ഷേ ഇവർ പലപ്പോഴും ഇവരുടെ ഉന്നം തെറ്റിപ്പോകുന്നുണ്ട്. ദേശീയ തലത്തിൽ എങ്ങനെയാണെങ്കിലും BJP ആണ് ഇവരുടെ പ്രധാനപ്പെട്ട ശത്രു. അത് ഇവർ ഒരിക്കലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് BJP ഒരു ഘടകമേ അല്ല. വല്ലപ്പോഴും ചർച്ച ഉയർന്നു വരുമ്പോഴത്തേക്ക് പിണറായി വിജയൻ സംഖ്യയാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം വരുന്ന ചർച്ചകളിലാണ് ഇവർ ഈ തനത് രാഷ്ട്രീയം പറയുന്നത്. മറിച്ച് ഈ തമ്മിൽ തല്ലുന്നത് തങ്ങൾക്ക് ഗുണകരമല്ല എന്ന തിരിച്ചറിവ്. അത് കോൺഗ്രസിന് ഈ പറയുന്നൊരു റബ്ബർ ബാൻഡ് പോലെ വിശാല മനസ്സുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിലയ്ക്ക്, ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി നിലയ്ക്കൊക്കെ ഉള്ള ഒരു അംഗീകാരം ഇല്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. സെമി കേഡർ എന്നൊക്കെ പറഞ്ഞാൽ ഈ പിണറായി വിജയൻ സർക്കാർ അല്ല CPM-ന് എതിരിടാൻ വേണ്ടി ഒരു കാര്യമില്ല. അതിനകത്ത് കോൺഗ്രസ് അങ്ങനത്തെ പാർട്ടി അല്ലെന്നേ. കോൺഗ്രസ് അങ്ങനത്തെ ഒരു പാർട്ടിയല്ല. കോൺഗ്രസ് വെച്ചാൽ കുറെ കൂടെ ഈ കുറച്ച് നേതാക്കന്മാരുടെയും താഴെ തട്ട് നിൽക്കുന്ന വോട്ടിൻ്റെയും പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് സംബന്ധിച്ച് ഇപ്പോൾ ഈ രാജ്യത്ത് അവരെ സംബന്ധിച്ച് BJP എന്താണ്, സംഘപരിവാർ എന്താണ്? തങ്ങളെ തോൽപ്പിച്ചൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ വീക്ഷണം കോൺഗ്രസിനില്ല. ഇപ്പോൾ കേരളത്തിൽ തമ്മിത്തന്നെ നടക്കുമ്പോൾ അടുത്ത തവണ ഭരണം കിട്ടും ആരാണ് മുഖ്യമന്ത്രി എന്നോ നട്ട് മുളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മാങ്ങാണ്ടിയെ ചൊല്ലി ആണ് നമ്മൾ ഈ തർക്കം നടക്കുന്നത്. ആ മാങ്ങാണ്ടി കുടിച്ചിട്ട് അത് മാവായി അത് പൂത്ത് കായ്ച്ചു വരുമ്പം മാങ്ങ പറിക്കണം എന്നാണ് സങ്കല്പം. പക്ഷേ ആ മാങ്ങാണ്ടി കയ്യിലിരിക്കുന്നതേ ഉള്ളൂ. അപ്പം തന്നെ അടി തുടങ്ങിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഇത് പോകുന്നത്, ഇത് ഇത്രത്തോളം സാധ്യതയാണ് CPM ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ തമ്മിത്തല്ല് മൂത്താൽ ഇപ്പൊ പിണറായി വിജയൻ അധികാരത്തിൽ വരുമെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ CPM സംഘടനാ നടപടിക്രമം പ്രകാരം ചിലപ്പോൾ മാറി നിൽക്കണമെങ്കിൽ, പക്ഷെ ഇങ്ങനെയാണ് കോൺഗ്രസ് പോകുന്നതെങ്കിൽ അൻഷാദ് എഴുതി വെച്ചു, വീണ്ടും അധികാരം CPM-ന്റെ കയ്യിലേക്ക് LDF-ന്റെ കയ്യിലേക്ക് ഇത് നമുക്ക് ഒരു കാര്യം പറഞ്ഞ് നിർത്താമെന്ന് തോന്നുന്നു. അതായത് KPCC അധ്യക്ഷനായില്ലെങ്കിൽ ഞാൻ വായുവിൽ പറന്ന് പോകില്ല എന്നാണ് ഇന്ന് കെ സുധാകരൻ പറഞ്ഞത്. ഈ സ്ഥാനത്ത് കടിച്ചു തൂങ്ങില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം എനിക്ക് ആരോഗ്യ പ്രശ്നമില്ല എന്ന് മാധ്യമങ്ങൾ എഴുതണം, എനിക്ക് ഇപ്പോഴെന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് കെ സുധാകരൻ പറയുന്നു. ഒപ്പം എപ്പോൾ വേണമെങ്കിലും AICC പറഞ്ഞാൽ ഞാൻ മാറിക്കൊടുക്കാൻ തയ്യാറാണ് എന്ന് കെ സുധാകരൻ പറയുന്നു. അതിലെല്ലാം നമുക്കൊരു ഫോർമുല മണക്കാം. പക്ഷേ ആ ഫോർമുല VD സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുല ആകാനുള്ള സാധ്യത നിലവിൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു അടിക്കിടയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും VD സതീശന് കോൺഗ്രസിൽ തിരിച്ചടികളുടെ കാലമാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. ഒപ്പം ഇങ്ങനെ അടി തുടർന്നാൽ മൂന്നാം പിണറായി സർക്കാർ വരില്ലെങ്കിൽ പോലും മൂന്നാം ഒരു CPM സർക്കാർ വരാനുള്ള സാധ്യത കോൺഗ്രസ്സുകാർ മുന്നിൽ കാണേണ്ടത്.